ഇത് എല്ലാ സ്കീം വർക്കർമാരും അതുപോലെ തന്നെ സ്കീം വർക്കർമാർക്ക് മാത്രമല്ല സ്കീം വർക്കർമാർക്കും വർക്കർമാർക്കും ഒക്കെ ഈ രാജ്യത്ത് ഒരുപാട് വലിയ ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ വിഷയം. എന്ത് അജണ്ട സാർ? എന്ത് അജണ്ട? ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഈ ആശമാർക്ക് മാന്യമായ അർഹിക്കുന്ന വേതനം കിട്ടുക എന്ന ഒറ്റ അജണ്ടയേ ഉള്ളൂ. അതല്ലാതെ ഈ സർക്കാരിനോട് ആർക്ക് എന്ത് വിഷയം? എന്തെങ്കിലും ഈ സർക്കാരിനോട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു സെക്കൻഡ് ഗോപിനാഥ്. സർക്കാരിനോട് ഞങ്ങൾക്ക് യാതൊരു വിഷയവും ഇല്ല. പക്ഷേ ഇതിനൊക്കെയുള്ള മറുപടി പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് സാർ. ആശാ വർക്കർമാരെ കാരണം ഈ 8000-ന് എത്ര പൂജയുണ്ട്? 8000-ന് എത്ര പൂജയുണ്ട്? അവിടെ എത്ര ആശമാരായിരുന്നു നമ്മൾ കണ്ടു. അതെന്തിനാ അവിടെ ചെന്നത്? JPHമാരുടെയും JHമാരുടെയും കുറ്റം പറയാൻ. മാനദണ്ഡങ്ങൾ ആരാ ഉണ്ടാക്കിയത്? സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും അവരോട് ചോദിക്കേണ്ട ഉത്തരങ്ങളും ഒക്കെ പറയാൻ വേണ്ടി JPHനെയും JHയെയും കുറ്റം പറയാനായിട്ടല്ലേ അവിടെ സമരം നടത്തിയത്? അനിശ്ചിതകാലം എന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് അനിശ്ചിതകാലമാവോ? ഞങ്ങൾ പോകാനിരുന്നാണ് അവരുടെ കൂടെ. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഉണർത്തും, അവർ കൃത്യമായി ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പിറ്റേന്ന് പോകാൻ വേണ്ടി അറേഞ്ച് ചെയ്തു വെച്ചതാ. എന്നിട്ട് അവരെന്തിനാ പൂട്ടിക്കെട്ടി ഒരു ദിവസം പോലും രാപ്പകൽ സമരം അനിശ്ചിതകാലമാണെന്ന് പറഞ്ഞിട്ട്? പറയൂ ശ്രീ ഗോപിനാഥ്, എന്തുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോ സമരം അവസാനിച്ചത്? എന്തുകൊണ്ടാണ്? അവകാശങ്ങൾ നേടിയെടുത്തതുകൊണ്ടാണോ? ഞങ്ങൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നില്ല. JPHന്മാരുടെ കാര്യത്തിൽ അടച്ചാക്ഷേപിക്കുന്ന നില ഇളവരകരിയും എടുത്തിട്ടില്ല. JPHന്മാരാണ് ഇവരുടെ ജോലികളിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുകയും കുറിക്കുകയൊക്കെ ചെയ്യുന്നവർ. അവർ പലപ്പോഴും ഗവൺമെൻറ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ വച്ച് താമസിക്കുകയാണ്. ചില ജില്ലകൾ കൊടുക്കില്ല, ചില സമയത്ത് താമസിക്കും, പിന്നെ മോളിൽ നിന്ന് ചെവിക്ക് പിടിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെ ചില ഉപദ്രവങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഞങ്ങൾ പരാമർശിക്കാൻ ഇടവന്നത്. അല്ലാതെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയോ ഒരു വിഭാഗം ആളുകളെ ആരെയും ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. അവർക്കും സംഘടന ഉണ്ടാവും, അവരുടെ താല്പര്യങ്ങളും ഉണ്ടാവും. അവരവരുടെ സൂപ്പർവൈസറി ഫോമിലുള്ള ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.